ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്നൊരു DIY വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാൻ ഹാങ്ങർ അല്ലെങ്കിൽ നമുക്കൊരു ക്യാൻഡിൽ ലൈറ്റൊക്കെ ഹാങ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷൻ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുകയാണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെക്കറേഷൻ ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം ഇങ്ങനത്തെ കുറച്ച് ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ. ഇങ്ങനെ ഈ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ ബോട്ടിൽസൊക്കെ വെച്ചിട്ട് ചെയ്യാം. ഇന്ന് ഞാനിങ്ങനെ ഗ്ലാസ് ബോട്ടിൽസും പിന്നെ അതുപോലെ ഇതുപോലുള്ള കയർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് ഞാൻ ജാമിൻ്റെയും അതുപോലെ പിക്കിൾസൊക്കെ നമുക്ക് വാങ്ങിക്കില്ല, അതിൻ്റെയൊക്കെ ബോട്ടിൽസ് എടുത്ത് വെച്ചതായിരുന്നു. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനിതാ ഇത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോട്ട് ഇതിൻ്റെ ബോട്ടിൽ കെട്ടാലെ നോട്ട് ഇട്ട് തരുന്നത് ക്ഷമിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനെന്താ പറയാ നോട്ട് ഇടുന്നത്? ഫിഷർമാൻസ് നോട്ട് എന്നാ പറയുന്നത്. ഷിംക ഈസി ആയിട്ട് ഇടും. അപ്പൊ ഞാൻ ഷിംക ഇട്ടെന്ന് ഞങ്ങൾക്ക് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കരുതിയിട്ടാണ്. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുക്കാം. രണ്ട് ഭാഗത്ത് പിടിക്കുക. ഓക്കെ, രണ്ട് ഭാഗത്ത് ത്രെഡ് പിടിക്കുക, എന്നിട്ട് ക്രോസ് ചെയ്ത് പിടിക്കുക അല്ലെ. ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ത്രെഡ് ഇടാം. ഓക്കെ, കറക്റ്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി മറ്റേ ഭാഗത്തുനിന്ന് കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ക്രോസ് ചെയ്ത് പിടിച്ച ഭാഗം ത്രെഡിന്റെ അടിയിൽ കൂടെ കൊണ്ടുവന്നിട്ട് ത്രെഡിന് മുകളിൽ കൂടെ ഇങ്ങനെ നോട്ടിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. ഓക്കെ, ഇതാണ് ഫിഷർമാൻസ് നോട്ട് അല്ലേ. അപ്പൊ ഇതിങ്ങനെ ഒന്നും കൂടെ ബോട്ടിൽ കാണാൻ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗം ഒന്നും ഇങ്ങനെ ബാക്കോട്ട് കുറച്ചും കൂടെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ നോട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ബോട്ടിൽ നമുക്ക് ഹാങ് ചെയ്യുന്ന രീതി കൂടെ കാണിച്ചു തരാം കേട്ടോ. ബോട്ടിൽ ഇതെങ്ങനെ ഹാങ് ചെയ്യുന്നത് നോക്കാട്ടോ. നെക്സ്റ്റ് ഗ്ലാസ് ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ നോട്ട് ഇട്ട് വെച്ച പിന്നെ ഇതാണ് കേട്ടോ, നേരത്തെ ഫിഷർമാൻസ് കട്ട് അല്ലെ, ഫിഷർമാൻസ് നോട്ടിലൊക്കെ. ഓക്കെ, റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ബാക്കി കാണിച്ചു തരും. സ്ക്രീനിൽ കാണില്ലേക്ക് കുറച്ചിങ്ങോട്ട് ജസ്റ്റ് ക്രോസ് ചെയ്ത് വെക്കുക അല്ലെ. എൻഡ് ഓക്കെ, ഓക്കെ, ഗ്ലാസിന്റെ ഇവിടെ വരെ ആയിട്ട് ജസ്റ്റ് ക്രോസ് ചെയ്ത് ഈ ഭാഗം ഈ സൈഡിൽ ഇങ്ങനെ വെക്കുക അല്ലെ. ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തോട്ട് വെക്കുകയാണല്ലേ. ഇതിന്റെ ഉള്ളിലൂടെ ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചു, എന്നിട്ട് അത് ടാപ്പ് ആവശ്യമില്ലേ. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം നമുക്ക്, എന്നാലേ കറക്റ്റ് ആയിട്ടുള്ളൂ. ആദ്യം നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചു, അതിന്റെ മുകളിൽ ബോട്ടിൽ വെച്ചു. അപ്പൊ ഈ ക്രോസ് ചെയ്ത് വെച്ച ഭാഗം കറക്റ്റ് ആയിട്ട് ഈ ഗ്ലാസ് ജാറിന്റെ ഇവിടെ വരെയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ബാക്കിയുള്ള ഈ ഭാഗം മുകളിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ക്രോസ് ചെയ്ത് വെച്ചതിന്റെ അടിഭാഗത്തൂടെ ഉള്ളോട്ട് കൂടെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ രണ്ട് പിന്നെ സ്റ്റിക്കർ ഇത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഓക്കെ, അപ്പൊ എന്നിട്ട് മുകളിലൂടെ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് വീണ്ടും വെക്കി. ഒട്ടിച്ചു വെച്ചത് മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ഒട്ടിച്ചു വെച്ച ആ ഭാഗം മുകളിലോട്ട് വലിക്കുന്നത് അല്ലേ. അടിയിൽ ക്രോസ് വന്നു, ഇവിടെ മൊത്തമായിട്ട് ആ ഇതിങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ വന്നു അല്ലെ. ഇത് ടൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ക്രോസ് വന്നു അല്ലെ. ഇവിടെ നമുക്ക് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഒട്ടിക്കാം അല്ലെ, അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. ഓക്കെ, ഇനി ഇതിൽ മണ്ണ് ഫില്ല് ചെയ്ത് എന്റെ അടുത്ത് രണ്ട് മറ്റേ ലക്കി ബാമ്പു ഒക്കെ ഉണ്ട്, അത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതൊക്കെ കാണിച്ചു തരാം. ഇനി നമ്മുടെ ഈ ബോട്ടിലില് മണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഫുള്ളായിട്ട് ഇടുന്നില്ല, ഏകദേശം ഒരു 3/4 ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി അന്ന് നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് മണ്ണ് മേടിച്ച് വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാണ് കേട്ടോ. ഇത് ഈ ലക്കി ബാമ്പിന് ഭയങ്കരമായിട്ട് വെള്ളത്തിന്റെ ആവശ്യമില്ല, ഇടക്ക് മാത്രം വെള്ളത്തിന്റെ. ഈ ബോട്ടിൽ ശരിക്കും ഒരു ഹോൾ ഇല്ലല്ലോ, അപ്പൊ ഞാൻ കരുതി ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അതാണ് പ്ലാന്. മറ്റേത് ശരി നമ്മൾ സാധാരണ ഇങ്ങനെ ബോട്ടിൽസിന് അടിയിൽ ഹോള് വേണമല്ലോ നമുക്ക്. അപ്പോൾ ഇതിന് കുറേ ഭയങ്കര ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ എൻ്റെ അടുത്തുള്ള ലക്കി ബാമ്പു ഞാൻ വെള്ളത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം ഇനി അത് മണ്ണിലോട്ടൊന്ന് മാറ്റാൻ എഴുതിയിട്ട് അതിൽ കുറേ ഇങ്ങനെ ഇതൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ ലീഫൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എഴുതിയിട്ടാണ്, ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ബോട്ടിൽ റെഡിയാക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 ഭാഗം ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം, വീഡിയോയിൽ കറക്റ്റായി കാണുക. ഏകദേശം ഒരു 3/4 ഭാഗം നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളൊരു ലക്കി ബാമ്പുവിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഞാൻ കുറേ മുമ്പ് മേടിച്ചതാണ്. അപ്പോൾ അത് റൂട്ടൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇതിൽ, പിന്നെ കൂടുതൽ ഇവിടെ ലീഫൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നിന്നൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വെക്കാമെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചതാട്ടോ. ഇത് ഞാൻ ഓൾറെഡി മണ്ണിലല്ല വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മണ്ണിലേക്ക് മാറ്റാമെന്ന് എഴുതിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. ബോട്ടിൽസ് ഉണ്ടായപ്പം അതിലൊന്ന് ഇതുപോലെ ത്രെഡ് കൊണ്ട് നോട്ടൊക്കെ ഇട്ട് അങ്ങനെ ചെയ്തിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കാമെന്ന് എഴുതിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കളയാണ് കേട്ടോ. ഈ ഫസ്റ്റ് അടിയിൽ വരുന്ന ഈ ലീഫ് ഒന്ന് കളഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കും, എന്നിട്ട് ഞാൻ അതിലേക്ക് മാറ്റി വെക്കാനാണ് പരിപാടി. ഇത് നമ്മൾ ആദ്യം വെക്കുന്ന സമയത്ത് ഈ എൻഡ് ഭാഗത്ത് ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ ഈ ഭാഗത്തുനിന്ന് നമുക്ക് വരില്ല. ഈ പുതിയ ലീഫൊക്കെ വരുന്നത് ഈ ഭാഗത്തുനിന്ന് വരില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങ് വലുതാവുക ചെയ്യുള്ളൂ. അങ്ങനെ പിന്നെ പുതിയ പുതിയ ലീഫുകൾ അങ്ങനെ വരില്ല. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് അന്ന് മെഴുകുതിരി കൊണ്ട് ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് വയ്ക്കാം. ഞാൻ ഇപ്പോൾ ഈ ഭാഗം കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ജസ്റ്റ് വെള്ളം കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ലക്കി ബാമ്പു ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നതൊന്നുമല്ല, കുറച്ച് ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ ഹാങ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയാണ്. വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ട് അറിയില്ല, ഞാൻ ജസ്റ്റ് ഹാങ് ചെയ്യുന്ന സമയത്തൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിൽസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ബോട്ടിൽ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഒന്നിൽ ക്യാൻഡിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കിച്ചണിലെ ഗ്യാസിൻ്റെ അടുത്തായിട്ട് ഈ ഒരു ഏരിയയിലാട്ടാ ഹാങ് ചെയ്തിട്ടുള്ളത്. ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ DIY വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് ബോട്ടിൽസ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച ബോട്ടിൽസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറൊക്കെ വെച്ച് ഇങ്ങനെ ഹാങ് ചെയ്യുന്നത്, പ്ലാന്റ് വെക്കാൻ അല്ലെങ്കിൽ ക്യാൻഡിൽസ് വെക്കാനും ഒക്കെ നമുക്ക് റീയൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വീട്ടിൽ കാണാൻ ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ നമുക്കത് വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.